ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ആരംഭിക്കുന്നു. തൊട്ടു മുമ്പ് ജയറാമിന്റെ മകൾ മാളവിക ജയറാം വിവാഹം അവിടെ ഗുരുവായൂരിൽ നടന്നു. ആ കാഴ്ചകളിലേക്ക് നമുക്ക് മോർണിംഗ് വൈബ്സ് എത്താം. ഇനി രാഷ്ട്രീയ വാർത്തകൾ അത് നിരവധിയാണ്. ഒരുപാട് വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പ്രത്യേകിച്ചും ഇന്ന് രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയാകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്നത് റായ്ബറേലിയിൽ. അപ്പോൾ റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകും എന്നുള്ളതാണ്, മത്സരിക്കും എന്നുള്ളതാണ്. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പാർട്ടി പ്രകടിപ്പിച്ചത്, പക്ഷേ ഇല്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രിയങ്ക. അപ്പോൾ ആ കാഴ്ചകൾ, പിന്നെ സംസ്ഥാനത്ത് ചൂടാണല്ലോ, അപ്പോൾ മെയ് 6 വരെ പൊതു അവധി അല്ലെങ്കിൽ എല്ലാം തൽക്കാലത്തേക്ക് വേണ്ട എന്നുള്ള ഒരു തീരുമാനം ഇന്നലെ വന്നിരുന്നു. അങ്ങനെ ചൂട് തുടരുകയാണ്. പാലക്കാടൊക്കെ കൊടും ചൂടാണ്. 2 മരണമുണ്ടായിട്ടുണ്ട് ഇതുവരെ സംസ്ഥാനത്ത് ഈ സൂര്യാഘാതമേറ്റ്. അപ്പോൾ മുൻകരുതൽ വേണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പോൾ ഈ കാഴ്ചകളിലേക്ക്, വർത്തമാനങ്ങളിലേക്കൊക്കെ വരാൻ മോർണിംഗ് വൈബ്സ്. നമ്മൾ ആദ്യം പോവുകയാണ് റായ്ബറേലിയിലേക്ക്. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമെന്നുള്ളതാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന സൂചന. പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് മത്സരിക്കണം എന്നായിരുന്നു പാർട്ടി നേതൃത്വത്തിൽ ഉയർന്ന ആവശ്യം. പക്ഷേ ഈ ആവശ്യം അംഗീകരിക്കാൻ പ്രിയങ്ക തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ്. പകരം പ്രചാരണ രംഗത്ത് സജീവമാകാം എന്നുള്ളതാണ് പ്രിയങ്കയുടെ തീരുമാനം. ഉത്തർപ്രദേശിലെ അമേഠി ലോക്സഭാ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി തന്നെ സ്ഥാനാർത്ഥി ആയേക്കുമെന്നായിരുന്നു നേരത്തെയുള്ള റിപ്പോർട്ടുകൾ. എന്താണെങ്കിലും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാനായി രഞ്ജിത്ത് രാമചന്ദ്രനാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നുള്ള പ്രതീക്ഷ ഉണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം അത് ഉടനുണ്ടാകും എന്നും കരുതാം. ഇന്ന് 12 മണിയോടുകൂടി രാഹുൽ ഗാന്ധി എത്തും എന്നതാണ് നേതൃത്വം കരുതുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ എന്നാണല്ലോ ഏറ്റവും ഒടുവിലത്തെ തീയതി. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി മറ്റൊരു ദിവസമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ എത്തുമെന്ന് കരുതുന്നു അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വം. നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഏറ്റവും ഒടുവിൽ അങ്ങനെ രാഹുൽ റായ്ബറേലിയിൽ എത്തും, അത് ഉറപ്പിക്കാൻ കഴിയുമോ? എൽദോ, ഇപ്പോഴും ഈ വിഷയത്തിൽ ഒരു ആശയക്കുഴപ്പം തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. കാരണം റായ്ബറേലിയിലും അമേഠിയിലോ മത്സരിക്കാൻ രാഹുലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നെഹ്റു കുടുംബവുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും മത്സരിക്കണമെന്ന കാര്യത്തിൽ വലിയ സമ്മർദ്ദമുണ്ട്. പ്രിയങ്ക ഗാന്ധി ഇതിനകം മത്സരിക്കില്ല എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ട്. കാരണം റായ്ബറേലിയിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്നായിരുന്നു പ്രവർത്തകരുടെ ആവശ്യം. നേതാക്കളും അത്തരത്തിലാണ് ഇന്നലെ അടക്കം ചർച്ച നടത്തിയത്. പക്ഷേ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം പ്രിയങ്ക ഗാന്ധി പറഞ്ഞത് താൻ ദേശീയതലത്തിൽ പ്രചാരണത്തിൽ സജീവമാകാം എന്ന തരത്തിലാണ്. അതുകൊണ്ട് പ്രിയങ്ക മത്സരിക്കുന്നില്ല എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. പക്ഷേ രാഹുൽ റായ്ബറേലിയിൽ മത്സരിക്കും എന്നാണ് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇന്നലെ ജയറാം രമേശ് വ്യക്തമാക്കിയത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് തീരുമാനമുണ്ടാകും എന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോഴും അക്കാര്യത്തിൽ ഔദ്യോഗികമായ ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, നെഹ്റു കുടുംബത്തിന്റെ പരമ്പരാഗത സീറ്റുകളാണ് അമേഠിയും റായ്ബറേലിയും. യു പിയിൽ എന്തെങ്കിലും ഒരു നേട്ടം കോൺഗ്രസിൽ ഉണ്ടാകണമെങ്കിൽ ഒരു നെഹ്റു കുടുംബത്തിലെ ഒരു അംഗത്തിന്റെ സാന്നിധ്യം ഈ 2 സീറ്റുകളിൽ ഒന്നിലെങ്കിലും പ്രവർത്തകർ ആഗ്രഹിക്കുന്നുണ്ട്. നാമനിർദ്ദേശ പത്രിക നൽകാനുള്ള അവസാന ദിവസം ഇന്ന് എന്ന് ഇരിക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസ് വൃത്തങ്ങൾ സജീവമാക്കിയിട്ടുണ്ട്. രാഹുലിന്റെ ഒരു പ്രശ്നം, വയനാട് സീറ്റ് തൽക്കാലം ഉപേക്ഷിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അമേഠിയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ രാഹുൽ പരാജയപ്പെട്ടിരുന്നു സ്മൃതി ഇറാനിയോട്. അമേഠിയോട് ഇപ്പോഴും രാഹുൽ വൈമുഖ്യം കാട്ടുകയാണ് എന്നുള്ളതാണ് ലഭിക്കുന്ന സൂചനകൾ. ഇന്നലെയൊക്കെ ചില വിവരങ്ങൾ പുറത്തു വന്നത് അമേഠിയിൽ ഇന്ന് റോഡ് ഷോ നടത്തുമെന്നും രാഹുലിന്റെ ഫ്ലക്സും ബാനറും അടക്കം അമേഠിയിൽ എത്തിച്ചു എന്നുമാണ്. പക്ഷേ അത് സ്ഥിരീകരണമായിട്ടില്ല എന്നുള്ളതാണ്. ഇതിനടക്കം പക്ഷേ റായ്ബറേലിയുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കുന്നത്. അമേഠിയെ അപേക്ഷിച്ച് കുറച്ചുകൂടി സുരക്ഷിതമായ ഒരു സീറ്റ് റായ്ബറേലിയാണ് എന്നുള്ള തരത്തിലാണ് രാഹുലിന്റെ ഒരു നിഗമനം എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, സ്മൃതി ഇറാനി കഴിഞ്ഞ 5 വർഷമായി അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയാണ്. സ്വാഭാവികമായും സ്മൃതിയോട് ഏറ്റുമുട്ടി ഒരു പരാജയം സംഭവിക്കുക എന്നുള്ളത് രാഹുലുമായി ബന്ധപ്പെട്ട വലിയ ഒരു തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ അമേഠിയിൽ തൽക്കാലം മത്സരിക്കാൻ രാഹുൽ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അവിടെയാണ് റായ്ബറേലിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തുവരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടി റായ്ബറേലിയിൽ രാഹുൽ പത്രിക നൽകും എന്നാണ് പ്രവർത്തകർക്ക് ലഭിക്കുന്ന സൂചനകൾ. രാഹുൽ അതിനകം തന്നെ റായ്ബറേലിയിൽ എത്തിച്ചേരും എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 2004 മുതൽ തുടർച്ചയായി 3 തവണ നമുക്കറിയാം അമേഠിയിൽ മത്സരിച്ച് ജയിച്ച രാഹുൽ അവിടെ 2019 തോക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസിന് ദേശീയതലത്തിൽ വലിയ തിരിച്ചടിയുണ്ടായ ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2019. അതിലും വലിയ ആഘാതമായിരുന്നു രാഹുലിന്റെ പരാജയം എന്നുള്ളത്. പക്ഷേ ഇക്കാര്യത്തിൽ അമേഠിയുമായി ബന്ധപ്പെട്ട് രാഹുൽ കാണിക്കുന്ന വിമുഖതയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്.
പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന് നേരത്തെ കോൺഗ്രസ് സ്ക്രീനിംഗ് കമ്മിറ്റി ഇത്തരത്തിൽ നിർദ്ദേശിച്ചിരുന്നു. പക്ഷേ പ്രിയങ്ക തയ്യാറാകാത്ത പശ്ചാത്തലമാണ് അമേഠിയിൽ സോണിയയുടെയും രാഹുലിന്റെയും വിശ്വസ്തനായ KL ശർമ്മയെ മത്സരിപ്പിക്കുക എന്നാണ് ഇപ്പോൾ തീരുമാനം എന്നാണ് അറിയുന്നത്. അമേഠിയുടെയും രാഹുലിന്റെയും റായ്ബറേലിയുടെയും തെരഞ്ഞെടുപ്പ് ചുമതലകൾ ഇരുവരുടെയും പ്രതിനിധിയായി ചുമതലകൾ ഏകോപിപ്പിച്ചിരുന്നത് ശർമ്മയാണ്. ആ ശർമ്മയെ, വിശ്വസ്തനായ ശർമ്മയെ അവിടെ അമേഠിയിൽ മത്സരിപ്പിക്കുക എന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. കേന്ദ്രമന്ത്രിയും സിറ്റിംഗ് MP-യുമായ സ്മൃതി ഇറാനിയാണ് അമേഠിയിൽ സ്ഥാനാർത്ഥിയായുള്ളത്. റായ്ബറേലിയിൽ UP മന്ത്രി ദിനേശ് പ്രതാപ് സിംഗ് ആണ് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. മെയ് 20-നാണ് രണ്ടിടത്തും വോട്ടെടുപ്പ് നടക്കുക. പക്ഷേ ഇപ്പോഴും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നില്ല, അനിശ്ചിതത്വമാകുന്നില്ല. ഇന്നലെയാണ് BJP ഇതുമായി ബന്ധപ്പെട്ട് ഈ ശർമ്മയുടെ പേര് പ്രഖ്യാപിച്ചത്. പക്ഷെ അതിനുശേഷവും മണിക്കൂറുകൾ പിന്നിട്ടും ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാലും രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം അത് റായ്ബറേലിയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഇന്ന് അറിയാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രഞ്ജിത്ത്, ഈ രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കാൻ ഏറെക്കുറെ സന്നദ്ധനാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ ഈ അമേഠിയിൽ KL ശർമ്മയെ പോലുള്ള ഒരാളെ നിർത്തി അവിടെ ഒരു കോൺഗ്രസിന്റെ ഒരു പ്രസ്റ്റീജിയസ് സീറ്റുകളൊന്നാണല്ലോ അമേഠി. അവിടെ സ്മൃതി ഇറാനിക്ക് മുന്നിൽ ഒരു ശക്തമായിട്ടുള്ളൊരു പോരാട്ടം കാഴ്ചവെക്കുക എന്നുള്ള ലക്ഷ്യം കോൺഗ്രസ് നടത്തേണ്ടതല്ലേ? അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത്രമാത്രം കരുത്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയാണോ KL ശർമ്മ? തീർച്ചയായും KL ശർമ്മ ഈ നെഹ്റു കുടുംബവുമായി ഏറെ അടുപ്പം പുലർത്തുന്ന ഒരു നേതാവാണ്. രാഹുലിന്റെയും പ്രിയങ്കയുടെയും മറ്റും അസാന്നിധ്യത്തിൽ ഈ രണ്ട് മണ്ഡലങ്ങളുടെയും ഏകോപന ചുമതല സ്മൃതി ഇറാനിയുമായി KL ശർമ്മയുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് അവിടെ നടത്തുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം ഈ UP-യിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട മുഖങ്ങൾ രാഹുലിനും പ്രിയങ്കയ്ക്കും അപ്പുറം കോൺഗ്രസിനില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. അവിടെയാണ് KL ശർമ്മയുടെ സ്വാധീനം വരുന്നത്. അതിലപ്പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥിയെ അമേഠിയിൽ കണ്ടെത്താനുള്ള ഒരു സാഹചര്യം തൽക്കാലം കോൺഗ്രസ് ഇല്ല. നമുക്കറിയാം എങ്ങനെയാണ് ഈ അമേഠിയുമായി ബന്ധപ്പെട്ട് സ്മൃതി ഇറാനി അല്ലെങ്കിൽ BJP നടത്തിയ പ്രവർത്തനങ്ങൾ. അത് 2019 മുൻപ് തന്നെ 2014 തോറ്റതിനു ശേഷം തന്നെ സ്മൃതി ഇറാനി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും അമേഠിയുടെ രാജ്ഞിയാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്താണ് സ്മൃതി അവിടെ കഴിഞ്ഞ തവണ 50,000-ഓളം അടുത്ത വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. അതിനുശേഷം അവിടെ തന്നെ വീട് വെച്ച് താമസിച്ച് അമേഠിക്കാരിയായി തന്നെയാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അവരുടെ സ്വാധീനം ഒട്ടും ചെറുതല്ല. സ്വാഭാവികമായും അമേഠിയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു പരാജയത്തിലേക്ക് രാഹുലിന് എത്തുക എന്ന് പറയുന്ന ആത്മഹത്യാപരമാണ്. അതുകൊണ്ടാണ് റായ്ബറേലി പോലെ താരതമ്യേന കുറച്ചുകൂടി സുരക്ഷിതത്വമുള്ള ഒരു സീറ്റിലേക്ക് നെഹ്റു കുടുംബമൊക്കെ കാലങ്ങളായി പതിറ്റാണ്ടുകളായി ഭരിക്കുന്ന അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൽ നിന്ന് MP-മാരുള്ള സീറ്റുകളാണ് അമേഠിയും റായ്ബറേലിയുമെങ്കിലും അമേഠിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ആ ഒരു വിശ്വാസ്യത കോൺഗ്രസിനില്ല എന്നുള്ളതാണ്. റായ്ബറേലി കുറച്ചുകൂടി സ്വാധീനം കോൺഗ്രസിന് അമേഠിയെക്കാളും കുറച്ചുകൂടി ജയസാധ്യതയുള്ള സീറ്റ് എന്നിപ്പോൾ തൽക്കാലം കരുതുന്നുണ്ട് കോൺഗ്രസ്. കാരണം അത്രത്തോളം പ്രവർത്തകരും ആവേശത്തിലാണ് രണ്ട് മണ്ഡലങ്ങളിലുമെങ്കിലും റായ്ബറേലി രാഹുൽ തെരഞ്ഞെടുക്കാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണം അതുതന്നെയാണ്. അതുകൊണ്ടാണ് വയനാട് കഴിഞ്ഞാൽ പിന്നെ ഒരു മത്സരം രാഹുൽ നടത്തുകയാണെങ്കിൽ റായ്ബറേലിയിലേക്ക് എത്തിക്കോട്ടെ എന്ന് രാഹുലിന്റെ വിശ്വസ്തർ അടക്കം പറയുന്നത്. നമുക്കറിയാം ഇന്നലെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാരെ അങ്ങോട്ടേക്ക് വിളിച്ച് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കോൺഗ്രസ് നേതൃത്വം നടത്തിക്കഴിഞ്ഞു. രാഹുലിന്റെ മനസ്സറിയുക എന്നുള്ളതായിരുന്നു വളരെ പ്രധാനപ്പെട്ട കാര്യം. രാഹുലും പറഞ്ഞത് ആദ്യം മത്സരിക്കാൻ സന്നദ്ധനല്ല എന്ന് രാഹുലും പ്രിയങ്കയും ഒരുപോലെ നിലപാടെടുത്തിരുന്നു. പക്ഷേ ജയറാം രമേശ് അടക്കമുള്ള നേതാക്കളുടെ സമ്മർദ്ദമാണ് ഇപ്പോൾ മത്സരിക്കാം എന്ന തീരുമാനത്തിലേക്ക് രാഹുലിനെ എത്തിച്ചിരിക്കുന്നത്. രാഹുൽ കൂടി മത്സരിച്ചില്ലെങ്കിൽ UP-യിൽ എന്ത് സംഭവിക്കും എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ കോൺഗ്രസിന് അറിയാവുന്നതുമാണ്. ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു രാഹുലിന്റെ സാന്നിധ്യമില്ല എന്ന് വരുന്നത് വലിയ തിരിച്ചടി കോൺഗ്രസിലടക്കം ഇന്ത്യ മുന്നണിക്കടക്കം സംഭവിപ്പിക്കും എന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ പ്രവർത്തകർക്കും ഒരുപക്ഷെ രാഹുൽ മത്സരിച്ചില്ലെങ്കിൽ വലിയ നിരാശ UP-യിൽ ഉടനീളം ഉണ്ടാക്കുമെന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ രാഹുലുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമാക്കിയത്. ഏറ്റവും ഒടുവിൽ രാഹുൽ മത്സരിക്കാൻ സമ്മതം മൂളിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് റായ്ബറേലി ആയിരിക്കും എന്ന കാര്യത്തിലാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ. പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം വരണം. അത് ഏതാനും മണിക്കൂറുകൾക്കകം 12 മണിക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം വരും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഫ്ലക്സുകളും ബാനറുകളും അടക്കം ഇരുമണ്ഡലങ്ങളിലേക്കും രാഹുലുമായി ബന്ധപ്പെട്ട ഇതിനകം എത്തിച്ചിട്ടുണ്ട് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. ഏത് നിമിഷവും റായ്ബറയിലേക്ക് പുറപ്പെടാൻ രാഹുൽ ഗാന്ധി തയ്യാറായിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ റോഡ് ഷോ അടക്കം നടത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവിടെ പത്രികാ സമർപ്പണം നടത്തുക എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തൽക്കാലം ഈ രണ്ട് മണ്ഡലങ്ങളിലും ജയിച്ചാലും തൽക്കാലം വയനാട് വിടില്ല എന്ന് രാഹുൽ തന്റെ വിശ്വസ്തരെ അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അങ്ങനെ നിർണായകമായ ചില രാഷ്ട്രീയ തീരുമാനങ്ങളിലേക്ക് കോൺഗ്രസ് പാർട്ടിക്ക് രാഹുലിന് കടക്കേണ്ട സാഹചര്യമാണ്.
ശരി, രഞ്ജിത്ത് രാമേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നാഷണൽ ഡെസ്കിൽ നിന്ന് രാഹുൽ ഗാന്ധി റായ്ബറേലിയിൽ മത്സരിക്കുമെന്നുള്ള വിവരങ്ങളാണ്, സൂചനകളാണ് ലഭിക്കുന്നത്.